Hi everyone, this video is about food hunt in Mysore. അപ്പോൾ ഞങ്ങൾ ഡേ ടൈം മൈസൂരിൽ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഒക്കെ പോയി കണ്ടതിന് ശേഷം റൂമിൽ വന്ന് അഗെയിൻ ഫ്രഷ് ആയിട്ട് നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ മൈസൂർ പോകുന്നതിന് മുന്നേ പ്ലാൻ ചെയ്ത് എവിടെയൊക്കെ പോകണം, എന്തൊക്കെയാണ് ഫുഡ് സ്പോട്ട് ഏതൊക്കെയാണ് എന്നെല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ, ഒരു സ്പോട്ടായിരുന്നു മൈസൂരിൽ RRR ബിരിയാണി, ഹോട്ടൽ RRR. അപ്പോൾ ഞങ്ങളുടെ റൂം മൈസൂർ പാലസിൽ നിന്ന് അറ്റ്മോസ്റ്റ് ഒരു 300 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ടൗണിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ റൂം. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് RRR ഹോട്ടലിലേക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഹോട്ടൽ രൂപായിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഹോട്ടൽ രൂപായിൽ നിന്ന് എക്സാക്ട്ലി 900 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഹോട്ടൽ RRR ഉണ്ടായിരുന്നത്. ഹോട്ടൽ RRR എന്ന് പറയുന്നത് ഫേമസ് ഫോർ മട്ടൻ ബിരിയാണി ആൻഡ് ദ മട്ടൻ ഡിഷസ്. അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ആൻഡ് ദ വെജ് മീൽസ് വിത്ത് സ്റ്റാർട്ടേഴ്സ് ലൈക്ക് സോ മെനി ചിക്കൻ കറീസ് ആൻഡ് മട്ടൻ മസാല ആൻഡ് മട്ടൻ ഫ്രൈ. ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ഡിഷ് കേട്ടോ. കുറേ ടൈം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടിയിട്ടുള്ളത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ടേബിളിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പോയി നിൽക്കുക. അപ്പോൾ കഴിച്ച് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ആ സീറ്റ് ഒക്കുപ്പൈ ചെയ്യാം, അങ്ങനെയാണ്. അപ്പോൾ നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്, നല്ല തിരക്കാണ് അവിടെ. അത്രമാത്രം ഫുഡ് വാസ് സോ ടു യം, അതെങ്ങനെയാണ് പറയാമെന്നറിയില്ല. അത്ര കിടിലം ഫുഡാണ്. മട്ടൻ ബിരിയാണി, മട്ടൻ മസാല, മട്ടൻ ഫ്രൈ ഒക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. സോ ഞാനൊരു മട്ടൻ ബിരിയാണിയും ഹസ്ബൻഡ് വെജ് മീൽസുമാണ് കഴിച്ചിട്ടുള്ളത്. ഏറ്റവും കിടിലം മട്ടൻ ബിരിയാണി എന്ന് പറയേണ്ടി വരും. ഞാൻ ഇത്രയും നാൾ പറഞ്ഞിരുന്നത് ഏറ്റവും കിടിലം മട്ടൻ ബിരിയാണി ദണ്ഡികൾ തലപ്പാക്കട്ടി, അത് ഞാൻ മാറ്റി പറയുകയാണ്. ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഹോട്ടൽ RRR മൈസൂർ. ഏറ്റവും കിടിലം ബിരിയാണി, മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് നിൽക്കുവാണ്. എൻ്റെ ഇത്രയും നാളത്തെ അഭിപ്രായം ഞാൻ മാറ്റേണ്ടി വരും. ഏറ്റവും ദ ബെസ്റ്റ് അവർ ബിരിയാണി ഐ ഹാഡ് ഇൻ മൈ ലൈഫ് വാസ് മട്ടൻ ബിരിയാണി ഫ്രം ഹോട്ടൽ RRR മൈസൂർ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്, സ്പെഷ്യലി ദ മൈസൂർ പാക്ക്. അപ്പോൾ അതും ഞാൻ യൂട്യൂബിലെ വീഡിയോസ് നോക്കിയിട്ട് തന്നെയാണ് പോയത്. ഗുരു സ്വീറ്റ് മാർട്ട് അല്ലെ ഗുരു സ്വീറ്റ്സ് മൈസൂർ, അവിടെയാണ് ഏറ്റവും നല്ല മൈസൂർ പാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഗുരു സ്വീറ്റ്സിന് 2 ഷോപ്സാണ് ഉള്ളത് അടുത്തടുത്ത് തന്നെ. ഈ കാണുന്ന ഷോപ്പിൽ നമ്മൾ കാശ് കൊടുത്ത് അപ്പം തന്നെ മേടിക്കുന്നതാണ്. ഇവരുടെ വലിയ ഷോപ്പ് തൊട്ടടുത്തുള്ള ഷോപ്പ്, അവിടെയെല്ലാം UPI പേയ്മെൻറ്റ് ഉള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 കുറേ സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ട്. മൈസൂർ പാക്ക് ഹസ്ബൻഡിനും ഫ്രണ്ട്സിനും കൊടുക്കാനും എനിക്കും ഫ്രണ്ട്സിനും വീട്ടിലും ഒക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ കുറേ സ്വീറ്റ്സ് മേടിച്ചു. ഭയങ്കര ടേസ്റ്റുള്ള, ഓവർ മധുരമല്ലാത്ത നല്ല ടേസ്റ്റുള്ള സ്വീറ്റ്സ് ആയിരുന്നു അവിടുന്ന് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി തിരികെ പോകുമ്പോൾ മൈസൂർ പാലസ് ഇസ് കംപ്ലീറ്റ്ലി എൻലൈറ്റൻ അപ്പ് ഇൻ ലൈറ്റ്സ്. അപ്പോൾ അത് കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. സോ അൻറ്റിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.